ഇൻഫെർട്ടിലിറ്റി അല്ലെങ്കിൽ സബ്ഫെർട്ടിലിറ്റി എന്നുള്ള കണ്ടീഷൻ ഒരു സ്ത്രീയുടെ മാത്രം സംബന്ധിച്ച് വരുന്ന ഒരു കാര്യമല്ല. രണ്ടുപേർക്കും ഈക്വൽ റെസ്പോൺസിബിലിറ്റി ആണ്. ഇപ്പം നമ്മൾ ഇൻഫെർട്ടിലിറ്റി എന്നുള്ളൊരു പേരിന്ന് മാറി കുറച്ചും കൂടെ സബ്ഫെർട്ടിലിറ്റി എന്നുള്ളൊരു കൺസെപ്റ്റിലേക്ക് അവർ എത്തിക്കുന്നുണ്ട്. ശരിക്കും എങ്ങനെയാണ് ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത്? എന്താണ് ഇത് തമ്മിലൊരു വ്യത്യാസം? രണ്ട്, ഇതിൻ്റെ ഒരു സോഷ്യൽ സ്റ്റിഗ്മ, കുറേ തെറ്റിദ്ധാരണകളുണ്ട്. എങ്ങനെയാണ് ഇതിനെ ഡോക്ടർ അഡ്രസ്സ് ചെയ്യുന്നത്? ഇൻഫെർട്ടിലിറ്റി ആവട്ടെ സബ്ഫെർട്ടിലിറ്റി ആവട്ടെ, രണ്ടും ഉദ്ദേശിക്കുന്നത് ഗർഭം ധരിക്കുന്നതിനുള്ള ബുദ്ധിമുട്ടാണ്, അല്ലെങ്കിൽ ഒരു ഇൻ്റർവെൻഷനോട് കൂടിയിട്ട് മാത്രം ഗർഭം ധരിക്കാൻ സാധിക്കുന്നതിനെയാണ് ഇൻഫെർട്ടിലിറ്റി എന്നുള്ള രീതിയിൽ പറയുന്നത്. സബ്ഫെർട്ടിലിറ്റി എന്ന് പറയുമ്പോൾ ചെറിയ രീതിയിലുള്ള ഗർഭധാരണത്തിന് പ്രയാസം ഉണ്ടാകുന്നതിന് വരെ നമ്മൾ സബ്ഫെർട്ടിലിറ്റി എന്നുള്ള രീതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇനി ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള സോഷ്യൽ സ്റ്റിഗ്മകൾ നമുക്ക് ഒ പിയിൽ കാണുമ്പോൾ ശ്രദ്ധിക്കാൻ പറ്റുന്ന ഒരു കാര്യം, പലപ്പോഴും പല കേസുകളിലും കപ്പിൾസ് ഒരുമിച്ചല്ല വരാറുള്ളത്, ചിലപ്പോൾ പെൺകുട്ടി മാത്രമായിരിക്കും വരുന്നത്. അപ്പോൾ ഇത് സൂചിപ്പിക്കുന്നത് ഒരു ഗർഭം ധരിക്കുക എന്നുള്ളത് അല്ലെങ്കിൽ ഒരു ഇൻഫെർട്ടിലിറ്റി അല്ലെങ്കിൽ സബ്ഫെർട്ടിലിറ്റി എന്നുള്ള കണ്ടീഷൻ ഒരു സ്ത്രീയുടെ മാത്രം സംബന്ധിച്ച് വരുന്ന ഒരു കാര്യമല്ല. രണ്ടുപേർക്കും ഈക്വൽ റെസ്പോൺസിബിലിറ്റി ആണ്. ഇപ്പോൾ ഇൻഫെർട്ടിലിറ്റിയുടെ ഒരു റേറ്റുകൾ നോക്കിയാൽ പോലും രണ്ടുപേർക്കും ഏതാണ്ട് തുല്യ ശതമാന നിരക്കാണ് നമുക്ക് കാണാൻ സാധിക്കുക. അപ്പോൾ അതാണ് ഒന്ന്. മറ്റൊന്ന്, ഇപ്പോൾ കല്യാണം നേരത്തെ കഴിച്ചാൽ പോലും പലരും പല കാരണങ്ങൾ കൊണ്ട് ഒന്ന് സെറ്റിൽ ആവട്ടെ എന്ന് വിചാരിച്ചിട്ടോ, അല്ലെങ്കിൽ കുട്ടിയെ നോക്കാൻ ആളുണ്ടാവട്ടെ എന്ന് കരുതിയിട്ടോ, സാമ്പത്തികമായി ഫിനാൻഷ്യലി സ്റ്റേബിൾ ആവട്ടെ എന്നെല്ലാം കരുതി പലരും ഗർഭധാരണം ഡിലേ ചെയ്യാറുണ്ട്. അപ്പോൾ അത് നിന്ന് മനസ്സിലാക്കേണ്ടത് നമ്മൾ വിചാരിക്കുന്ന പോലെ എളുപ്പം നടക്കുന്ന ഒരു കാര്യമല്ല ഗർഭധാരണം. അപ്പോൾ അതാണ് മറ്റൊന്ന്. പിന്നെ ഉള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഒക്യുപേഷണൽ സ്ട്രെസ് ആണ്. പലതരത്തിലുള്ള ഒരു സാമൂഹിക ചുറ്റുപാടുകളിലാണ് പലരും, ചിലർക്ക് നൈറ്റ് ഷിഫ്റ്റുകളായിരിക്കും. അപ്പം അങ്ങനെയൊക്കെ ഉള്ള ഒരു ഘട്ടത്തിൽ ഒരു ഗർഭധാരണത്തിന് പലപ്പോഴും പ്രയാസമുണ്ടാവാം. ഉള്ളതിന് തന്നെ ക്വാളിറ്റി ഉണ്ടായിക്കൊള്ളണം എന്നില്ല. മറ്റൊന്ന്, ഓവുലേഷൻ ടൈം മാത്രം നോക്കി കോണ്ടാക്ട് ചെയ്യുന്നത്. അത് സൂചിപ്പിക്കുന്നത് പാർട്ട്നേഴ്സ് തമ്മിലുള്ള ഒരു മാനസിക ഐക്യം വളരെ പ്രധാനമാണ്. ഓവുലേഷൻ ടൈമിൽ മാത്രം കോണ്ടാക്ട് ചെയ്താൽ എന്നിട്ടും ഗർഭം ധരിക്കുന്നില്ല എന്നുള്ള രീതിയിലുള്ള കംപ്ലയിൻസ് ഒക്കെ ആയിട്ട് പലരും വരാറുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള അവയർനെസ്, അവർ തമ്മിലുള്ള ഒരു കോമ്പാറ്റബിലിറ്റി, ഇതൊക്കെ വളരെ പ്രധാനമാണ് ഒന്ന് കൺസീവ് ചെയ്യണമെങ്കിൽ.